ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ 8, 9, 10 ക്ലാസ്സിന്റെ ഗ്രാമർ സ്റ്റഡി വ്യാകരണത്തിന്റെ ക്ലാസ് കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഗ്രാമറിലെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു. അതിൽ നമ്മൾ നൗൺ പഠിച്ചു, വെർബ് പഠിച്ചു, ആഡ്വർബ് പഠിച്ചു, അഡ്ജക്റ്റീവ് പഠിച്ചു. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഒരു സെന്റൻസിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 4 പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി നമുക്ക് അവശേഷിക്കുന്നത് 3 പാർട്ടുകളാണ്. അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. അതിൽ പ്രിപ്പോസിഷൻ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പോസിഷൻ. അതുപോലെ തന്നെ കൺജങ്ഷൻ ഒക്കെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ദ ഗിവൻ കോൺവെർസേഷൻ സ്യൂട്ടബ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യത്തില് കൺജക്ഷന്റെ പലതരത്തിലുള്ള കൺജക്ഷൻസ് നമ്മൾ പരിചയപ്പെടാം. അതും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ചോദിക്കുന്നതാണ്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്താണ്, കൺജക്ഷൻ എന്താണ്, ഡെഫിനിഷൻ ഞാൻ തന്നിട്ടുണ്ടെങ്കിലും അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. ഓക്കെ, വീഡിയോ ഫൈൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ കിട്ടിക്കാണ് ഞാൻ. കാരണം പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ആ 7 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്താണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന സെക്ഷൻ അത്യാവശ്യം ഒരു വലിയ സെക്ഷനാണ്. അതുപോലെ തന്നെ കൺജക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു സെക്ഷൻ തന്നെയാണ്. പിന്നെ അവശേഷിക്കുന്നത് ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. അത് ഇന്റർജെക്ഷൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. അവിടെ നിങ്ങൾ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഒക്കെ പഠിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലെ. കാരണം അതിനൊക്കെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസും പഠിക്കാനായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോ അതിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്ന പാർട്ട് ഓഫ് സ്പീച്ച്. ഓക്കെ, ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച വെർബിൽ നിന്നും അഡ്ജക്റ്റീവിൽ നിന്നും ആഡ്വർബ്, നൗണിൽ നിന്നൊക്കെ എന്താണ് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് പറയാം കേട്ടോ. പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എന്നാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റർജെക്ഷൻ നിങ്ങൾക്ക് എക്സാമിന് ഇന്റർജെക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതായത് സഫിഷ്യന്റ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർജെക്ഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചോദിച്ചിട്ടില്ല. പ്രിപ്പോസിഷൻ പോലെ ഇന്നോൺ അറ്റ് ഉപയോഗിക്കുന്നത് പോലെയൊക്കെ ഇന്റർജെക്ഷൻ ഉപയോഗിക്കാൻ ഇന്നേവരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇത് എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കാണും അല്ലെ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗിവൻ കോൺവെർസേഷൻ സ്യൂട്ടബിളി അല്ല, അല്ലാതെ നിങ്ങൾ പഠിച്ച പാഠഭാഗവുമായിട്ട് ആസ്പദമാക്കി അതിനെയായിട്ട് ബന്ധപ്പെട്ട് സംഭാഷണങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ഈ ഇന്റർജെക്ഷൻ ബെനിഫിഷ്യൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കൂടുതലായിട്ടും ഈ ഇന്റർജെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർജെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇന്റർജെക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം 4 തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ട്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് 4 തരത്തിലുള്ള സെന്റൻസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും. ആദ്യം ഈ പാർട്സ് ഓഫ് സ്പീച്ച് കഴിയട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അസർട്ടീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി എന്നിങ്ങനെയാണ് 4 തരത്തിലുള്ള സെന്റൻസുകൾ ഉള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അസർട്ടീവ് സെന്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സ്റ്റേറ്റ്മെന്റ്, നിലപാടിന്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ ഏതിന്റെ കാറ്റഗറിയിൽ, ഏതൊരു ഗണത്തിൽ പെടുത്താറുള്ളത്, അസർട്ടീവ് സെന്റൻസിന്റെ ഗണത്തിൽ പെടുത്താറ് അല്ലെ. നിലപാട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ നേച്ചർ, അതിന്റെ പ്രാകൃതമുള്ള, അതിന്റെ സ്വഭാവമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ അസർട്ടീവ് എന്ന് വിശേഷിപ്പിക്കാറ്. അപ്പോ അസർട്ടീവ് കഴിഞ്ഞ് ഇമ്പറേറ്റീവിലേക്ക് വരുമ്പോൾ അത് റിക്വസ്റ്റ് ആകാം, ഓർഡർ ആകാം, വിഷ് ആകാം, കമാൻഡ് ആകാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, റിക്വസ്റ്റ്, ഓർഡർ, വിഷ്, കമാൻഡ്, പ്രെയർ തുടങ്ങിയിട്ടുള്ള നേച്ചർ, തുടങ്ങിയ സ്വഭാവമുള്ള സെന്റൻസുകളെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു, ഇമ്പറേറ്റീവ് സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെന്റൻസിന്റെ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തരത്തിലുള്ള സെന്റൻസുകൾ, സെന്റൻസസ് ദാറ്റ് ആസ്ക് അസ് എ ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കാറ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വിശേഷിപ്പിക്കാറ് അല്ലെ. അപ്പോ അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ്, ഇമ്പറേറ്റീവ് റിക്വസ്റ്റ്, ഓർഡർ, വിഷ്, കമാൻഡ്, പ്രെയർ തുടങ്ങിയിട്ടുള്ള നേച്ചർ ആണെങ്കിൽ അത് ഇമ്പറേറ്റീവിന് ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസസ് ദാറ്റ് ആസ്ക് അസ് എ ക്വസ്റ്റ്യൻ,
ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സെന്റൻസുകൾ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോ ഈ ഇന്ററോഗേറ്റീവ് കഴിഞ്ഞാൽ നാലാമത് വരുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. എന്താണ് അതിനെ വിളിക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. എന്താണ് ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ക്ലമേഷൻ മാർക്ക് അറിയാലോ എന്താണ്? ആശ്ചര്യചിഹ്നം, വിക്ഷേപണി എന്നൊക്കെ പറയും മലയാളത്തിൽ കേട്ടോ. അപ്പൊ ഈ ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ വിക്ഷേപണിയിൽ അവസാനിക്കുന്ന തരത്തിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സെന്റൻസിന്റെ പ്രത്യേകത, ഇതൊരു നിലപാടായിരിക്കില്ല, ഇതൊരു ചോദ്യമായിരിക്കില്ല, ഇതൊരു ആജ്ഞയോ അല്ലെങ്കിൽ എന്താണ് യാചനയോ ക്ഷമയോ ഒന്നും തന്നെ ആയിരിക്കില്ല. പിന്നെയോ ഈ സെന്റൻസ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലുള്ള സെന്റൻസുകളായിരിക്കും? അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെന്റൻസ് പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എക്സ്പ്രസസ് സ്ട്രോങ് ഹ്യൂമൻ ഇമോഷൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യന്റെ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്റർജെക്ഷൻ, ഞാൻ പ്രിപ്പോസിഷനും കൺജക്ഷനിൽ നിന്ന് ഞാൻ ജമ്പ് ചെയ്ത് ഇന്റർജെക്ഷനിലേക്ക് കൊണ്ടുവന്നത് ഇത് വളരെ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ കേട്ടാ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പോസിഷനും കൺജക്ഷനും കണ്ടിന്യൂഷനും എന്ത് ചെയ്യാം? പോകാം. ഓക്കെ. എന്നും പാടുള്ള തന്നെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. മാത്രമല്ല പ്രിപ്പോസിഷനും കൺജക്ഷനും കുറച്ചുകൂടെ നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റൂ. കാരണം അത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ എന്താണ് കൂടുതലാണെന്ന് പറയാം കേട്ടോ. അപ്പൊ നോക്കുക, അപ്പൊ ഇന്റർജെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യന്റെ തീവ്രമായ മാനസിക അവസ്ഥയെ അല്ലെങ്കിൽ വികാരത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സെന്റൻസുകളെ, വാക്യത്തെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ. അതെപ്പോഴും അവസാനിക്കുന്നത് വിക്ഷേപണിയിൽ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കിൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ. ഇനി അപ്പോ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുന്നു. ഇപ്പൊ ഒരു സെന്റൻസ് ഞാൻ പറയുന്നു. ഓക്കെ. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സെന്റൻസ്. വാട്ടിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്തല്ല, ഇത് ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്നൊന്നും വിചാരിക്കരുത്. ഈ സെന്റൻസിന്റെ നേച്ചർ മനസ്സിലാക്കി വെച്ചിരിക്കുക. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ് പറയുന്നത്. എത്ര മനോഹരിയായ പെൺകുട്ടിയാണത്, എത്ര മനോഹരിയായ പെൺകുട്ടിയാണത്. അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നു? ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, അല്ലെ എത്ര മനോഹരിയാണ് അവൾ എന്നൊക്കെ ഞാൻ പറയുന്നു. ഓക്കെ. അപ്പോ ഇവിടെ ഈ സെന്റൻസിന്റെ നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സെന്റൻസ് സത്യത്തിൽ എന്താണ്? ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ നമ്മുടെ ഞാൻ ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ എന്താണ്? അവൾ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് ഉള്ള വികാരം ഞാൻ എന്ത് ചെയ്യാണ്? പ്രകടിപ്പിക്കുകയാണ്. അത്തരത്തിൽ മനുഷ്യന്റെ ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു സെന്റൻസ് ഞാൻ എഴുതുന്നു. എന്താണ്? ഔഷ് മൈ ഹെഡ് ഏക്സ്. ഔഷ് എന്റെ തല വേദനിക്കുന്നു എന്ന് പറയുന്നു. മൈ ഹെഡ് ഏക്സ് എന്ന് പറയും. ഓക്കെ. എന്റെ തല വേദനിക്കുന്നു എന്ന് പറയും. അപ്പൊ അവിടെ ഒരു പെയിനിനെയാണ് അത് സൂചിപ്പിച്ചത്, അല്ലെ? നിലപാടാണോ ഇത്? അല്ല. ഇതൊരു പെയിൻ, മനുഷ്യന്റെ വികാരം, വേദനയെ സൂചിപ്പിച്ച സെന്റൻസ് ആണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പോ ഇത്തരം സെന്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. വാട്ട് ഈസ് മീൻ ബൈ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് പറയും? സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഹ്യൂമൻ ഇമോഷൻസ്, പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ എന്താണ്? ഇമോഷൻസ്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷൻസ് വികാരങ്ങളെ അല്ലെങ്കിൽ ഫീലിങ്സുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ
അല്ലെങ്കിൽ സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഓൾവേസ് എൻഡ്സ് ഇൻ എക്സ്ക്ലമേറ്ററി മാർക്ക്. അത് എപ്പോഴും അവസാനിക്കുന്നത് എക്സ്ക്ലമേറ്ററി മാർക്കിൽ ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോ ഇനി ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചില വാക്കുകൾ ഞാൻ ഉപയോഗിച്ചാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ഞാൻ പറയുന്നു. ഓ വാവ് എത്ര മനോഹരിയായ പെൺകുട്ടി, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. അതുപോലെ ഇവിടെ ഔച്ച് മൈ ഹെഡ് ഏക്സ് എന്നാണ് പറഞ്ഞത് അല്ലെ, എന്റെ തല വേദനിക്കുന്നു. ഇനി ഈ ഔച്ച് ഇല്ല എങ്കിൽ മൈ ഹെഡ് ഏക്സ് എന്ന് പറഞ്ഞാലും അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് കേട്ടോ. ഔച്ച് ഇല്ല മൈ ഹെഡ് ഏക്സ് എന്ന് മാത്രം പറയുന്നു, അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്റെ തല വേദനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാലും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. പക്ഷെ ഇവിടെ നോക്കുക, അവിടെ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്ലേസുകളിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു. ആ വാക്കുകൾ മനുഷ്യന്റെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സഡനായ ഇമോഷനുകളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മനുഷ്യന്റെ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെ റെപ്രസെന്റ് ചെയ്യാനാണ് ഞാൻ ഈ വാവ് ഔഷ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിച്ചത്. അപ്പൊ ഇന്റർജെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സെന്റൻസിന്റെ ഇതൊരു സെന്റൻസ് ആണല്ലോ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ആ സെന്റൻസിന്റെ ഭാഗം തന്നെയല്ലേ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇന്റർജെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകളാകുന്നു. ഓക്കെ, ഇന്റർജെക്ഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിലേക്ക് വരികയാണ്. അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്ന് പഠിച്ചു. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആർ സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഓർ സ്പോണ്ടേനിയസ് ഹ്യൂമൻ ഇമോഷൻസ്. പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ വികാരങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്രയാണ്? ആ സെന്റൻസിനോടൊപ്പം നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു. ആ വാക്കുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സഡൻ ഹ്യൂമൻ ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ വികാരങ്ങളെയാണ് അതും എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തരം വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർജെക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തെന്ന് വിളിക്കും? ഇന്റർജെക്ഷൻ. നോക്കുക, സ്പെല്ലിംഗ് നോക്കുക. ഇന്റർജെക്ഷൻ അല്ല, ഇന്റർജെക്ഷൻ. കൺജങ്ഷൻ എന്നാ പറയുക. പ്രിപ്പോസിഷൻ, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, നൗണ്, പ്രോനൗണ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ മൊത്തം 8 പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ. ഞാൻ പ്രോനൗണിന്റെ കാര്യം വിട്ടുപോയി. അപ്പൊ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പൊ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചില് നൗണ്, പ്രോനൗണ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ, അങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ചില് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ഭാഗമാണ്, വേറൊരു സെന്റൻസിനും അത് ഭാഗമായി വരാറില്ല. ഓക്കെ, ദാറ്റ് എക്സ്പ്രസസ്, അത് എന്തിനെ എക്സ്പ്രസ് ചെയ്യുന്നു? സഡൻ ഹ്യൂമൻ ഇമോഷൻസ്. പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മള് വാക്കുകൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഇനി ഏതൊക്കെ വാക്കുകൾ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുക? അപ്പൊ ഒരുപാട് ഇന്റർജെക്ഷൻസ്, ഒരുപാട് ലോട്ട്സ് ഓഫ് ഇന്റർജെക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻസുകളും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ടൊക്കെ ക്ലാസ്സുകളൊക്കെ നമ്മൾ +1 ഒക്കെ തുടങ്ങി നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നേക്ക സമയത്ത് നിങ്ങൾ ഒരുപാട് ഇന്റർജെക്ഷനുകളും കഥകളിലും കവിതകളിലും ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾ പരിചയപ്പെടും. അപ്പൊ അവിടെ എഴുത്തുകാരൻ ഏത് വികാരത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ആ വാക്കുകൾ അവിടെ ഉപയോഗിച്ചതെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാസ്റ്റ് പാർട്ട് ഓഫ് എ സ്പീച്ച് അല്ലെ. അതെന്ന് പറയുന്ന ഒരു സ്പീച്ചിന്റെ സെന്റൻസിന്റെ അവസാനത്തെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, പ്രിപ്പോസിഷൻ കൺജങ്ഷൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ അത് ഇന്റർജെക്ഷൻ പഠിക്കുന്നതിന് മുമ്പേ 4 ടൈപ്പ് ഓഫ് സെന്റൻസുകളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി ക്ലാസ് എടുക്കും കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ എന്താണ്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് പറയുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആർ സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ഹ്യൂമൻ ഇമോഷൻസ്. പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ വികാരങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ സൂചിപ്പിക്കുക. അപ്പൊ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പാർട്ടായിട്ട് വരുന്ന ചില വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്റർജെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ മാത്രം പാർട്ടാകണമെന്നില്ല കേട്ടോ. ചില സാഹചര്യങ്ങളിൽ അത് എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെയും അസർട്ടീവ് സെന്റൻസിന്റെയും ഒക്കെ ഭാഗങ്ങളായിട്ട് മാറാം.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്റർജെക്ഷൻസ് ആർ വേർഡ്സ്. ബാക്കിയുള്ള വാക്കുകളെ പോലെ തന്നെ ഇന്റർജെക്ഷൻസും എന്താണ്? വാക്കുകളാണ്. ഇറ്റ് ഈസ് എ വേർഡ്, അത് വാക്കുകളാണ്. ദാറ്റ് എക്സ്പ്രസസ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നു? സഡൻ ഹ്യൂമൻ ഇമോഷൻസ്, പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ഇന്റർജെക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഇന്റർജെക്ഷൻസ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഓക്കെ, ഏതൊക്കെ ഇന്റർജെക്ഷൻസ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ച് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോ ഞാൻ ഇപ്പൊ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഔട്ട്സ് ഒക്കെ ഇന്റർജെക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഇന്റർജെക്ഷൻസും അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഉപയോഗമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് സന്തോഷം വരുമ്പോൾ, ജോയ് വരുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹുറേ എന്ന് പറയുന്ന വാക്ക്. എന്താണ്? ഹുറേ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ജോയ് ആണ് സൂചിപ്പിക്കുന്നത്. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഹുറേ. ഈ വാക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ ആള് സന്തോഷവാനാണെന്നാണ് അർത്ഥം. വല്ല കണ്ടുപിടുത്ത ഡിസ്കവറി ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ഹുറേ, അല്ലെ? വളരെ അമിതമായ സന്തോഷം, ജോയിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹുറേ എന്ന് പറയുന്ന വാക്ക്. ഇതാണ് ഹുറേ. ഓക്കെ, എപ്പോഴും ഇന്റർജെക്ഷൻ ഉപയോഗിച്ചതിന് ശേഷം എന്ത് കൊടുത്തോണം? എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തോണം. അത് നിർബന്ധമാണ്, മറക്കരുത് കേട്ടോ. അപ്പൊ ഹുറേ എന്ന് പറയുന്ന വാക്ക്. അതുപോലെ തന്നെ വാവ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാവ്. നേരത്തെ പറഞ്ഞു വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞു, അല്ലെ? എത്ര മനോഹരിയായ പെൺകുട്ടി, വാവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വാവ് എന്ന് പറയുന്നത് ഇന്റർജെക്ഷൻ. അതും എന്ത് തന്നെയാണ്? ഇന്റർജെക്ഷൻ ആണ്. ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻ ആണ്? സർപ്രൈസിനെ സൂചിപ്പിക്കാൻ. എന്താണ്? സർപ്രൈസ്. നമ്മൾ എന്തെങ്കിലും സർപ്രൈസ്, അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സർപ്രൈസുകൾക്ക് നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാവ് എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ഞാനിപ്പോ എന്റെ ബർത്ത്ഡേ ഞാനിപ്പോ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പൊ എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരൊരു സർപ്രൈസ് പാർട്ടി എനിക്ക് എന്ത് ചെയ്യുന്നു? വീട്ടിൽ അറിയിച്ചിരിക്കുകയാണ്. ഇത് എനിക്കറിയാൻ വയ്യ, എനിക്കറിയില്ല. സർപ്രൈസ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? നാടിനിലെ പോസ്റ്റർ ഒട്ടിച്ച് അല്ലെ എന്നെ അറിയിച്ചിട്ടാണ് സർപ്രൈസ് പാർട്ടി കണ്ടക്ട് ചെയ്യുന്നത്? ഒരിക്കലും അല്ല, അല്ലെ? അപ്പൊ ഞാൻ അവിചാരിതമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഡോർ തുറക്കുന്ന സമയത്ത് കേക്കും ആളുകളുടെ ബഹളവും അല്ലെ, അതുപോലെ തന്നെ പാർട്ടി പേപ്പറൊക്കെ പൊട്ടിച്ച് എന്ത് ചെയ്യുന്നു? എന്നെ വരവേൽക്കുന്നു. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പോകും വാ, അല്ലെ? എന്നത് പറയും വാ. ഇംഗ്ലീഷുകാരാണെങ്കിൽ പറയും വാ, അല്ലെ? മലയാളികൾ നമ്മൾ ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കുന്നത്. വാ. ഓക്കെ, സോ ദിസ് വേർഡ്സ് വാവ് എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും സർപ്രൈസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആകുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊന്നാണ് പെയിൻ ഒക്കെ നമുക്ക് വരുന്ന സമയത്ത്. ഓക്കെ, പെയിൻ ഒക്കെ, വേദന നമുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു വാക്കാണ് ഔച്ച് എന്ന് പറയുന്ന ടേം. എന്താണ്? ഔച്ച്. പെയിനിനെയാണ് അത് സൂചിപ്പിക്കുക, വേദനയാണ് അത് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഔച്ച് എന്ന് പറയുന്ന വാക്ക് വേദന എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു വാക്കാണ് അലാസ്. ഇത് നിങ്ങൾ ഇനിയുള്ള കഥകളിലും മറ്റുമൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് എങ്ങനെ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോറോ ആണ് സൂചിപ്പിക്കുന്നത്, ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അലാസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ആലോചിച്ചോണം, ഹീസ് ഇൻ എ സോറോ കണ്ടീഷൻ. അദ്ദേഹം വളരെ ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതാണ് അലാസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹുറേ, ജോയ്, വാവ്, സർപ്രൈസ്, ഔച്ച്, പെയിൻ. അലാസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സോറോയെ സൂചിപ്പിക്കുന്നു. അതുപോലെ വേറൊരു ജോയിയെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കുണ്ട് യാഹൂ. കേട്ടാ? എന്താണ് യാഹൂ? യാഹൂ നിങ്ങളെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ, അതിന് ആ യാഹൂ അല്ല, അത് ഈ വാക്കിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ. യാഹൂ ജോയിയെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് യാഹൂ എന്നൊക്കെ പറയാം. ആളുകളൊക്കെ യാഹൂ എന്നൊക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ടല്ലേ, അല്ലെ? മാച്ച് ഒക്കെ വിജയിക്കുന്ന സമയത്ത് അല്ലെ എന്താണ് ധോണിയും കോഹ്ലിയൊക്കെ എന്താണ് യാഹൂ എന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്? ഇറങ്ങി ഓടുന്നതാണ് അല്ലെ, പിച്ചിക്കൂടെ നോക്കുക. അപ്പൊ എനിവേ, അപ്പൊ ഇത്തരത്തിലുള്ള യാഹൂ, ഹുറേ ജോയെ സൂചിപ്പിക്കും, വാവ് സർപ്രൈസിനെ സൂചിപ്പിക്കുന്നു, ഔച്ച് പെയിനിനെ സൂചിപ്പിക്കും, അലാസ് എന്താണ്? സോറോ ദുഃഖത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, തീരുന്നില്ല. നമുക്ക് വെറുപ്പ്, ഡിസ്ലൈക്ക് ഒരു കാര്യത്തെ ഇഷ്ടമല്ല, പുച്ഛിക്കുകയാണ്. അങ്ങനെ ഡിസ്ലൈക്ക് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇയു. എന്താണ്? ഇയു. ഡിസ്ലൈക്കിനെ പ്രകടിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. എന്താണ് ഡിസ്ലൈക്ക്?
ഡിസ്ലൈക്ക്, വെറുപ്പ്, വെറുപ്പാണ്. വെറുപ്പിനെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് യു എന്ന് പറയുന്നത് അല്ലേ. യു വാട്ട് എ ബാഡ് സ്മെൽ അല്ലേ. അല്ലേ, വെറുപ്പിനെയാണ് പ്രകടിപ്പിക്കുന്നത്. എത്ര വൃത്തികെട്ട നാറ്റം, സ്മെൽ, നാറ്റം, എത്ര വൃത്തികെട്ട നാറ്റം. യു വാട്ട് എ ബാഡ് സ്മെൽ അല്ലേ. അല്ലേ, വാട്ട് എ ബാഡ് സ്മെൽ, വാട്ട് എ റോട്ടൺ സ്മെൽ, ഇത്ര അഴുകിയ നാറ്റം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് യു എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യും, അവിടെ യൂസ് ചെയ്യും. ഇറ്റ്സ് ആൾസോ ആൻ ഇന്റർജംഗ്ഷൻ. യു എന്ന് പറയുന്നത് എന്താണ്, ഇന്റർജംഗ്ഷൻ ആണ്. തീർന്നോ? ഇല്ല, വേറെന്ത് വാക്കാണ്? കേട്ടാ, പുച്ഛത്തെ സൂചിപ്പിക്കാൻ, സ്കോണിനെ സൂചിപ്പിക്കാൻ, വെറുപ്പിനെ, അമർഷത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹോ. കേട്ടാ, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ നോക്കിയിട്ട് പുച്ഛിച്ചിട്ട് പോകണം അല്ലെ എന്ന് പുച്ഛിച്ചിട്ട് പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കോണിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്കോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ യാഹൂ ആൻഡ് ഹുറേ ജോയെ റെപ്രസെന്റ് ചെയ്യും, വാവ് സർപ്രൈസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഔച്ച് പെയിനിനെ, അലാസ് സോറോ ഡിസ്ലൈക്കിനെ, സ്കോൺ വെറുപ്പിനെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് നമ്മൾ നെടുവീർപ്പൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ അപ്പോഴും നമ്മളൊരു ശബ്ദം പ്രകടിപ്പിക്കാറുണ്ട്, ഫ്യൂ. എന്താണ് ഫ്യൂ, ഫ്യൂ, ഫ്യൂ. അപ്പൊ അതെന്താണ്, റിലാക്സേഷനെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്യൂ അല്ലെ. നമ്മളത് PHEW കേട്ടോ, ഫ്യൂ നമ്മൾ പറയാം അല്ലെ. ഫ്യൂ, ഓ ആ ജോലി കഴിഞ്ഞു അല്ലെ. The work is complete, the work has completed എന്നൊക്കെ പറയുന്നു. work has completed, ഫ്യൂ അല്ലെ, ജോലി തീർന്നു, ഫ്യൂ. അപ്പൊ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ആ അവസ്ഥയെ, മാനസികാവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഏതെന്ന് പറയുന്നത്, ഈ ഫ്യൂ എന്ന് പറയുന്ന ഫ്യൂ. FEW എന്ന് തെറ്റിദ്ധരിക്കുന്നത് PHEW ആണ്. ഓക്കെ, സോ അതുപോലെ ഡിസ്കവറി, കണ്ടുപിടുത്തമൊക്കെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഹുറേ ഒക്കെ പറയാറുണ്ട്, എങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിസ്കവറീസ് ഒക്കെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഏതെന്ന് പറയുന്നത്, ആഹാ എന്ന് പറയുന്ന ടേം. എന്താണ് ആഹാ? ഇറ്റ് മെയിൻലി റെപ്രസെന്റ് ഡിസ്കവറി കേട്ടോ, കണ്ടുപിടുത്തങ്ങളെയാണ് ഈ ആഹാ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആഹാ എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാം, ഡിസ്കവറി, കണ്ടുപിടുത്തത്തെ സൂചിപ്പിക്കാനാണ് ആഹാ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മള് ഇന്റർജെക്ഷൻസ്, അപ്പൊ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്റർജെക്ഷൻസുകൾ, കോമൺ ഇന്റർജെക്ഷൻസുകളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇന്റർജെക്ഷൻസിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ അഡ്ജക്റ്റീവുകൾ ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ നൗണുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? അപ്പൊ ഇന്ന് പഠിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഇന്റർജെക്ഷൻ എന്ന് പഠിക്കുന്നതിനായിട്ട്. ഇന്റർജെക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്റർജെക്ഷൻ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ എക്സ്ക്ലമേറ്ററി സെന്റൻസ് വെച്ച് കഴിഞ്ഞാൽ പറയുക, എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആർ സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഹ്യൂമൻ ഇമോഷൻസ് or spontaneous human emotions, പെട്ടെന്നുണ്ടാകുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ മനുഷ്യന്റെ വികാരത്തെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് സെന്റൻസുകളെയാണ്, അത്തരം എന്താണ് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വിശേഷിപ്പിച്ചത്. Most probably interjections are used along with exclamatory sentences. കൂടുതലായിട്ട് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിനോടൊപ്പമാണ് ഇന്റർജെക്ഷൻസ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ബട്ട് ഇന്റർജെക്ഷൻസ് ആർ ആൾസോ യൂസ്ഡ് വിത്ത് അസർട്ടീവ് സെന്റൻസസ്. ചില സാഹചര്യങ്ങളിൽ അസർട്ടീവ് സെന്റൻസിനോടൊപ്പം ഒക്കെ നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇന്റർജെക്ഷൻസിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇന്റർജെക്ഷൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇങ്ങനെ കൊടുത്തു, ഇന്റർജെക്ഷൻസ് ആർ വേർഡ്സ്, ഇന്റർജെക്ഷൻസ് ആർ വേർഡ്സ് that expresses sudden or strong human emotions. പെട്ടെന്നുണ്ടാകുന്ന വളരെ തീവ്രമായ മനുഷ്യന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്, ഇന്റർജെക്ഷൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ഇന്റർജെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. നമ്മൾ ജോയ്, സന്തോഷം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻസുകൾ ഏതൊക്കെയാണ്? നമ്മൾ ആഹ്ലാദം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ യാഹൂ എന്ന് പറയും, അല്ലെങ്കിൽ എന്ന് പറയും ഹുറേ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തെ സൂചിപ്പിക്കുന്നതാണ് ആഹാ. എന്താണ് കണ്ടുപിടുത്തം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയും, ആഹാ എന്ന് പറയും. ഒരു റിലാക്സേഷനെ സൂചിപ്പിക്കുന്ന, പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വ്യൂ അല്ലെ. എന്താണ് വ്യൂ അല്ലെ. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വ്യൂ എന്ന് പറയുന്ന വാക്ക്. അതുപോലെ തന്നെ അലാസ് എന്ന് പറയുന്ന വേർഡ് അല്ലെ, അലാസ് എന്ന് പറയുന്നത് സോറോ, ദുഃഖത്തെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്.
ഔച്ച് എന്ന് പറയുന്ന ഇന്റർജെക്ഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് പെയിൻ. പെയിനിനെ, വേദനയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഔച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സൂചി ഒരാൾ പെട്ടെന്ന് നമ്മളെ കുത്താണ്, ഒരു സൂചി എടുത്ത് കുത്താണ്, അപ്പൊ നമ്മൾ എങ്ങനെ വികാരം പ്രകടിപ്പിക്കും? ഔച്ച് എന്നാണ് പറയാം. ഔച്ച്, സൂചി കുത്തി അല്ലേ എന്നാ പറയാം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സ്കോൺ, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ എന്ന് പറയുന്ന ടേം യൂസ് HUH അല്ലെ, വെറുപ്പിനെ പ്രകടിപ്പിക്കാനായിട്ടാണ്. ആരുടെങ്കിലും ഒരു ആവർഷ വെറുപ്പിനൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ ഒരു പുച്ഛത്തോടുകൂടി എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, പിന്നെയും ഉണ്ട് അല്ലെ, പിന്നെ സർപ്രൈസിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? വാവ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യും. ഡിസ്ലൈക്കിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ന് പറയുന്നു അല്ലെ, യു അത് പ്രൊനൗൺസ് ചെയ്യുന്ന കേട്ടോ, എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്റർജെക്ഷൻസുകൾ, കോമൺ ആയിട്ടുള്ള ഇന്റർജെക്ഷൻസുകൾ കേട്ടോ. ഇനി തീരുന്നില്ല, ഇന്റർജെക്ഷൻസിന്റെ മറ്റൊരു ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില നൗണുകളെയും അതുപോലെ തന്നെ ചില അഡ്ജക്റ്റീവുകളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ഇനി പഠിക്കാനായിട്ടുള്ള അപ്പൊ കോമൺ ഇന്റർജെക്ഷൻസ്, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസുകൾ, കോമൺ ഇന്റർജെക്ഷൻസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇപ്പൊ നോട്ടിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതി പോകാം, വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം. ഇല്ലെങ്കിൽ PDF വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നോട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയാണ്. ഓക്കെ, ഇതുമാകിയാലോ? യെസ്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, ചർച്ച ചെയ്യാനായിട്ടുള്ളത് ചില നൗണുകൾ അല്ലെങ്കിൽ ചില അഡ്ജക്റ്റീവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ്, അഡ്ജക്റ്റീവ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് ഇന്റർജെക്ഷൻസ് അല്ലെ. അഡ്ജക്റ്റീവ്സുകൾ ഇന്റർജെക്ഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില അഡ്ജക്റ്റീവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പരിചയപ്പെടാം. ഒരുപാട് അഡ്ജക്റ്റീവ്സുകൾ നമ്മൾ ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കും, പക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ സം അഡ്ജക്റ്റീവ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് ഇന്റർജെക്ഷൻ. അപ്പൊ ചില അഡ്ജക്റ്റീവുകളെയും നമ്മൾ നാമവിശേഷണത്തെയും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇന്റർജെക്ഷൻസ് ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. ഓക്കെ, പരീക്ഷയ്ക്ക് ഇന്റർജെക്ഷൻ കൂട്ടിച്ചേർത്ത് കൊടുക്കുക, സെന്റൻസിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്റർജെക്ഷൻസ് ഒക്കെ ഒരു സെന്റൻസിൽ വന്നാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിട്ട് ആകും. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഡേ ടു ഡേ ലൈഫിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഇന്റർജെക്ഷൻ. സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വാക്കുകൾ എന്ത് ചെയ്യും, ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്ത് വേണം വളരാനായിട്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ, നോക്കാം നമുക്ക് അഡ്ജക്റ്റീവ്സ്. ഏതൊക്കെ അഡ്ജക്റ്റീവുകൾ? ഇനി എന്താണ് ഈ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? നാമവിശേഷണം നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണല്ലോ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഉദാഹരണത്തിന് ഗുഡ് ഗേൾ എന്ന് പറയുന്നു, നല്ല പെൺകുട്ടി. അവിടുത്തെ ഗുഡ് എന്ന് പറയുന്നത് ഗേൾ എന്ന് പറയുന്ന കോമൺ നൗണിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ച വാക്കാണ് ഗുഡ് എന്ന് പറയുന്ന വാക്ക്. സോ ദിസ് ഗുഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അഡ്ജക്റ്റീവ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ ഗുഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവിന് എന്താണെന്ന്, ഉദാഹരണമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പറയാനായിട്ടും സാധിക്കും. പറഞ്ഞുകൂടെ? പറയാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോ ചില അഡ്ജക്റ്റീവുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില അഡ്ജക്റ്റീവുകൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ദ ഗുഡ് എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യത്തേത്. ഓക്കെ, ഞാൻ അത് തന്നെ എഴുതുന്നു. ഗുഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗുഡ്, ദാറ്റ്സ് ഗുഡ്, നല്ലത്, വളരെ നല്ലത്. ദാറ്റ്സ് ഗുഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഗുഡ് ഇന്റർജെക്ഷൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ലത്, നല്ലൊരു കാര്യം ചെയ്യുന്നു ഒരാൾ, നല്ലൊരു കാര്യം ചെയ്തു. ആ സമയത്ത് നമ്മൾ ഗുഡ് എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, എന്താണ് നമ്മൾ ഇന്റർജെക്ഷൻ ആയിട്ട് ഉപയോഗിക്കും. സോ ഗുഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ആൻഡ് ഇറ്റ്സ് ആൾസോ ആൻ ഇന്റർജെക്ഷൻ. ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവുമാണ്, അതുപോലെ തന്നെ എന്താണ്, ഇന്റർജെക്ഷനുമാണ്. സോ ഗുഡിന്റെ മുന്നിൽ, ഗുഡിന് ശേഷം നമ്മൾ എന്ത് കണ്ടാൽ, എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ടു കഴിഞ്ഞാൽ യു മസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഇന്റർജെക്ഷൻ. അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, ഇന്റർജെക്ഷൻ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഗുഡിനെ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു അഡ്ജക്റ്റീവ് ആണ് ഇന്റർജെക്ഷൻ ആയിട്ട് ഗ്രേറ്റ് എന്ന് പറയും. ഗ്രേറ്റ്, ഓ വാട്ട് എ ഗ്രേറ്റ് മാൻ അല്ലെ, എത്ര മഹത്തായ വ്യക്തി എന്നൊക്കെ പറയുന്നു. അപ്പൊ അവിടെ ഗ്രേറ്റ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ യു ഡിഡ് ഗ്രേറ്റ്, നീ നല്ലതുപോലെ ചെയ്തു. ആ ഗ്രേറ്റ് എന്ന് പറയുന്നത് അവിടെ ഇന്റർജെക്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചത്. സോ ഗ്രേറ്റ് എന്ന് പറയുന്നത്, ഗ്രേറ്റ് മാനിൽ ഗ്രേറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. നേരെ മറിച്ച് ഗ്രേറ്റ് എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നു, ഒരു കാര്യം, ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നു, അയാളെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. ഗ്രേറ്റ്, ഗുഡ് നല്ലത്, ഗ്രേറ്റ് മഹത്വം അർഹിക്കുന്നത്
എന്ന് പറയുന്നു. അപ്പൊ ഗ്രേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ ആൻ അഡ്ജക്റ്റീവ് ആൻഡ് ആൾസോ ആൻ ഇന്റർജെക്ഷൻ. അപ്പോൾ ഗ്രേറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് ഇന്റർജെക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഡേ ടു ഡേ ലൈഫിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് സ്വീറ്റ്. ഇതാണ് സ്വീറ്റ്. ഓക്കെ, ഇത് മാറ്റിയാലോ ഇനി. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്നൊക്കെ അറിയാം, കാരണം ഞാൻ പറയുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ എപ്പോഴും പറയും. കാരണം എന്താണ്? കാരണം കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പിറ്റേ ദിവസം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബാക്കി മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ ഗ്രേറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഗ്രേറ്റ്. സ്വീറ്റ് ഈസ് ആൾസോ ആൻ അഡ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ആസ് ഇന്റർജെക്ഷൻ. സ്വീറ്റ് എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് ആണ്. അതിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഇന്റർജെക്ഷൻ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഗുഡ്, ഗ്രേറ്റ്, സ്വീറ്റ്. പിന്നെ നൈസ് നമ്മൾ പറയാറുണ്ട്. നൈസ്, നൈസ് അല്ലേ, നല്ലത്. അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കും? ദീസ് ആർ ഇന്റർജെക്ഷൻസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം അഡ്ജക്റ്റീവ്സ്. അപ്പൊ അഡ്ജക്റ്റീവ്സുകളിൽ നിന്ന് എക്സെട്രാ ധാരാളം മെനി കേട്ടോ, ധാരാളം ഉണ്ട്. ഓക്കെ, അപ്പൊ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സുകളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സുകളെ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഇന്റർജെക്ഷൻസുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഗുഡ്, ഗ്രേറ്റ്, സ്വീറ്റ്, നൈസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? These are interjections derived from adjectives. Adjectives നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇന്റർജെക്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ ആകുമ്പോഴത്തേക്ക് ഇന്റർജെക്ഷൻ എന്ന് പറയുന്ന കാര്യം അവസാനിക്കുന്നു. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നൗണുകളും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കും. ചില നൗണുകളെ നമ്മൾ ഇന്റർജെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കും. അതൊക്കെ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ നൗണുകൾ. ഒന്ന് നോക്കാം ഏതൊക്കെയാണ് നൗണുകൾ എന്ന്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്, ആശംസ. കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്ന ഈ വാക്ക് ഇറ്റ്സ് എ നൗൺ. ഇറ്റ് ഈസ് ആൾസോ ആൻ ഇന്റർജെക്ഷൻ. ഇതും എന്ത് തന്നെയാണ്, ഇതൊരു നൗണാണ്, അതുപോലെ തന്നെ എന്തുവാണ്, ഇന്റർജെക്ഷനും കൂടെയാണ്. ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഭിസംബോധന ചെയ്യുന്നു, അല്ലെങ്കിൽ ആശംസ അർപ്പിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട്. സോ കൺഗ്രാറ്റുലേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇന്റർജെക്ഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ നൗണിൽ നിന്ന് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ നൗണിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഇന്റർജെക്ഷൻ ആണ് കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഇതുപോലെ ഒരുപാട് എണ്ണമുണ്ട്, പ്രധാനപ്പെട്ടത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇതൊക്കെ കൺഗ്രാറ്റുലേഷന് മുന്നിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇന്റർജെക്ഷൻസ് ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം നൗൺ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നൗണിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുത്ത ഇന്റർജെക്ഷൻ ആണ് അതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ്, ഹലോ. ഹലോ ഇറ്റ് ഈസ് ആക്ച്വലി ദ നൈം. അതൊരു നൈമാണ്. ഹലോ എന്ന് പറയുന്നത് നൈമാണ്. ഗൃഹംബലിന്റെ വൈഫിന്റെ പേരാണ് ഹലോ എന്ന് പറയുന്നത് കേട്ടോ. പുള്ളിക്കാരന്റെ ഭാര്യയെ ആണ് ഫോണിൽ വിളിച്ചിട്ട് ഫോൺ കണ്ടുപിടിച്ച ആളാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ ഭാര്യയെ വിളിച്ചാണ് ഹലോ, ഭാര്യയുടെ പേരാണ്. സോ ഇറ്റ്സ് എ നൗൺ. അതൊരു നൗൺ ആണ്, നാമമാണ്. Now it is used as an interjection. It's a noun that is used as an interjection. Interjection ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം, ഒരു നാമം ആണ് ഏതെന്ന് പറയുന്നത്, ഹലോ എന്ന് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും നമ്മൾ വിഷ് കാണിക്കുന്നു, ഹലോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അഭിസംബോധന ചെയ്തിരുന്നു. അപ്പൊ ഹലോ ഈസ് an interjection that is derived from എവിടെ നിന്ന്, നൗണിൽ നിന്ന് എടുത്ത ഒരു ഇന്റർജെക്ഷൻ ആണ്. അതുപോലെ തന്നെ മാൻ നമ്മൾ പറയാറുണ്ട്, മാൻ വാട്ട് ഇസ് ദിസ് അല്ലെ, മാൻ വാട്ട് ഇസ് ദിസ് എന്ന് പറയാം അല്ലെ. മാൻ ഇത് എന്താ ഇത് അല്ലെ, മാൻ നമ്മളൊരു ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെ, മാൻ വേറെ ആള് എന്നൊക്കെ നമ്മൾ ചോദിക്കും. അവിടെ മാൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർജെക്ഷൻ ആണ്. ഇറ്റ്സ് എ കോമൺ നൗൺ. Most probably it is also used as an interjection. അവിടെ ഈ പ്രത്യേകിച്ച് ഈ ആഫ്രോ അമേരിക്കൻസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, they always use man. അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് മാൻ അല്ലെ. മാൻ വേർ ആർ യു, മാൻ വാട്ട് ആർ യു ഡൂയിങ് ദേർ അല്ലെ. ഓ മാൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഇന്റർജെക്ഷൻസുകളാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സുപ്രധാനമായിട്ടുള്ള ഇന്റർജെക്ഷൻസുകൾ. ഓക്കെ, അപ്പൊ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻ എന്താണെന്ന് മനസ്സിലായി, എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്ന് മനസ്സിലായി, ഇന്റർജെക്ഷൻ എന്താണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല എന്താണ്, പ്രധാനപ്പെട്ട ഇന്റർജെക്ഷൻസുകൾ ഏതൊക്കെയെന്ന് നമ്മൾ പഠിച്ചു. ചില അഡ്ജക്റ്റീവുകളിൽ നിന്ന് നമ്മൾ ഇന്റർജെക്ഷൻസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ആ ഇന്റർജെക്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇപ്പോൾ എന്താണ്, നൗണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത, ഡിറൈവ് ചെയ്ത ഇന്റർജെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതൊരു ടോപ്പിക്കാണ്. പാർട്സ് ഓഫ് സ്പീച്ചിലെ വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് തന്നെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ച് വെച്ചിരിക്കുക.
ഓക്കെ, അപ്പോ ഇത് എന്ത് ചെയ്യുക, അഡ്ജക്റ്റീവ്സുകളിൽ നിന്നും അതുപോലെ തന്നെ നൗണിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിറൈവ് ചെയ്യുന്ന ഇന്റർജൻസുകൾ തിരിഞ്ഞു പോകരുത്. പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷേ നമ്മുടെ എന്താണ് കോൺവെർസേഷൻ സംഭാഷണമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പാർട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് നമ്മൾ ഇന്റർജെക്ഷൻസിൽ എന്ത് ചെയ്തത്, പഠിച്ചത്. ഓക്കെ ആണല്ലോ, ഒന്നുകൂടെ പറയാം. ഇന്റർജെക്ഷൻസ് ആ പ്രധാനപ്പെട്ട ടോപ്പിക്. ഇന്റർജെക്ഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് സഡൻ ഹ്യൂമൻ ഇമോഷൻസ്. പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യന്റെ വികാരത്തെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ ഇന്റർജെക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചു. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസ് ആണ് അലാസ്, ഔച്ച്, അല്ലെ, യു, അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് ഹുറേ, യാഹു എന്നൊക്കെ പറയുന്ന ഇന്റർജെക്ഷൻസിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻസ് ആണ്. ഏതൊക്കെ സാഹചര്യങ്ങൾ അത് ഉപയോഗിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞു ഇന്റർജെക്ഷൻസ് ചില സാഹചര്യങ്ങളിൽ നൗണുകളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവുകളിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാറുണ്ട്. അഡ്ജക്റ്റീവുകളിൽ നിന്ന് ഡിറൈവ് എടുത്ത ചില ഇന്റർജെക്ഷൻസുകൾക്ക് ഉദാഹരണമായിരുന്നു ഗുഡ്, ഗ്രേറ്റ്, സ്വീറ്റ്, നൈസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ചില ഇന്റർജെക്ഷൻസുകൾ നൗണിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്തരം എക്സാമ്പിൾസ് ആണ് കൺഗ്രാറ്റുലേഷൻസ്, അതുപോലെ തന്നെ എന്താണ് ഹലോ, അതുപോലെ മാൻ തുടങ്ങിയിട്ടുള്ളയൊക്കെ നൗണുകൾ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഇന്റർജെക്ഷൻസുകൾ നമ്മൾ നൗണുകളിൽ നിന്ന് എന്ത് ചെയ്തതാണ്, എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതാണ്. അപ്പൊ ഇതുവരെ സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാറിനോട് ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അത് പരിഹരിച്ച് പോകാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.